ഇപ്പോൾ നമ്മൾ കാണുന്നത് ബി.ജെ.പി. പ്രതിഷേധമാണ്. സംവിധായകൻ രഞ്ജിത്തിന്റെ കോഴിക്കോടുള്ള ചാലപ്പുറത്തെ വീട്ടിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തുകയായിരുന്നു. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഗുരുതരമായിട്ടുള്ള അപജയങ്ങളെ സംബന്ധിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള മോശമായ രാഹുൽ കെ.വി. അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. അവിടെ ബി.ജെ.പിയുടെ പ്രതിഷേധം നടക്കുകയാണ്. പറയൂ. 5 വർഷമായി സർക്കാരിന് സമർപ്പിച്ചിട്ട് പോലും ആ റിപ്പോർട്ടിനെതിരായിക്കൊണ്ട് പൂജ, സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു കഴിഞ്ഞു. രഞ്ജിത്തിനെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണം. അതായത് ബംഗാളി നടിയുടെ ആരോപണം ഏറെ ഗൗരവമുള്ളതാണ്. രാജിയിൽ ഒതുങ്ങുന്നതല്ല, രഞ്ജിത്തിന്റെ രാജിയിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം എന്ന് തന്നെയാണ് ബി.ജെ.പി. പറയുന്നത്. ബി.ജെ.പി. അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. അതുകൊണ്ടാണ് ചാലപ്പുറത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബി.ജെ.പി. ഇപ്പോൾ പ്രതിഷേധവുമായി വന്നിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ കൂടുതൽ പോലീസുകാരെ വീടിന് മുന്നിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിൽ പ്രതിഷേധ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ. എന്നാലും രഞ്ജിത്ത് വീട്ടിലില്ല, ദിവസങ്ങളായി വീട്ടിലില്ല. ഇന്നലെ രഞ്ജിത്ത് വയനാട്ടിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് വാഹനത്തിലെ ഔദ്യോഗിക ബോർഡ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ഔദ്യോഗിക ബോർഡടക്കം അഴിച്ചു മാറ്റുകയും വാഹനം പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് തന്നെ പോലീസിന്റെ കാവൽ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ്. യൂത്ത് കോൺഗ്രസ് അടക്കം യുവജന സംഘടനകൾ പ്രതിഷേധം. ബി.ജെ.പി. ഇപ്പോൾ പ്രതിഷേധവുമായി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. പോലീസ് മാർച്ച് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. എന്നാലും രഞ്ജിത്ത് രാജിവെച്ച സാഹചര്യത്തിൽ രഞ്ജിത്തിനെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണം. അതായത് ലൈംഗിക ആരോപണമാണ് സംവിധായകനെതിരെ ഉയർന്നിട്ടുള്ളത്. അത് കേവലം രാജിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. നിയമ നടപടി സ്വീകരിച്ച് മറ്റു നടപടികൾ ഒക്കെയായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യവും. ഒപ്പം സജി ചെറിയാനെതിരെ കൂടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ ഉള്ള പ്രതിഷേധം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്തിനെതിരെ ഈ വിധത്തിൽ ബംഗാളി നടിയുടെ ആരോപണം വന്നു. രഞ്ജിത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ആദ്യം സജി ചെറിയാൻ നടത്തിയിരുന്നത്. അതായത് രഞ്ജിത്ത് മഹാനായ സംവിധായകനാണ്, നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകനാണ്, അദ്ദേഹം രാജിവെക്കേണ്ട ഒരു കാര്യമില്ല തുടങ്ങിയ പ്രതികരണമാണ് ആദ്യം സജി ചെറിയാൻ നടത്തിയിരുന്നത്. അതിനെതിരെ കൂടിയുള്ള ഒരു പ്രതിഷേധമായാണ് ഏതായാലും ബി.ജെ.പി. ഇപ്പോൾ രഞ്ജിത്തിന്റെ ചാലപ്പുറത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, രഞ്ജിത്ത് വീട്ടിലില്ല, ഇവിടെ ചാലപ്പുറത്തെ വീട്ടിലില്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിലാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് അദ്ദേഹം പോയി എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. യുവജന സംഘടനകളും പ്രതിഷേധവുമായി കോഴിക്കോട് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇറങ്ങും. രാഹുൽ കെ.വി. ആണ് കാര്യങ്ങൾ പറയുന്നത്. സംവിധായകൻ രഞ്ജിത്തിന്റെ കോഴിക്കോട് ചാലപ്പുറത്തെ വീട്ടിലേക്കാണ് ബി.ജെ.പി. മാർച്ച് നടത്തുന്നത്. മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. ആ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തുന്നത് ചാലപ്പുറത്തെ വീട്ടിൽ. പക്ഷേ രഞ്ജിത്ത് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അനന്തകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനന്തൻ, അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞത് ഈ രാജിവെച്ചത് കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ, ഈ ആരോപണം, ഈ പ്രതിഷേധങ്ങളൊക്കെ ഇല്ലാതാകുമോ എന്നുള്ളതാണ്. പൂജ, രാഷ്ട്രീയ ആരോപണങ്ങളിലെ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേർക്കെതിരെയാണ് ഇപ്പോൾ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്. അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം. ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഭാഗമെന്ന് പറയുന്നത് മലയാള സിനിമയിൽ വർഷങ്ങളായി കാസ്റ്റിംഗ് കൗച്ച് അടക്കം ലൈംഗിക ചൂഷണമടക്കം പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു പ്രവണത മലയാള സിനിമയിലുണ്ട്. അത് ഹേമ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മലയാള സിനിമയിലെ 2 പ്രമുഖരായ താരങ്ങൾക്കും സംവിധായകനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ കേസെടുക്കാത്തത് സംബന്ധിച്ച ഒരു ആരോപണം സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായി ഈ മൊഴികൾ അടക്കമുള്ള റിപ്പോർട്ട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. പോക്സോ കേസ് വരെ ചുമത്താവുന്ന മൊഴികളുണ്ടായിട്ടും അതിൽ നടപടിയെടുത്തില്ല എന്നുള്ള ആരോപണം സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ 2 പ്രമുഖർക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്, രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരെ. അപ്പോൾ ആ ആരോപണങ്ങളിലെങ്കിലും സർക്കാരിന് കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ ഈ അടുത്ത ഒരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇരുവർക്കെതിരെയുള്ള ആരോപണം ഗുരുതരമാണ്, ഗൗരവമാണ്. അതിൽ നിലവിൽ പരാതി ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർ പരാതിയുമായി വരട്ടെ എന്ന് പറഞ്ഞ് ഒളിച്ചോടാനോ കൈ കഴുകാനോ ഇനി സർക്കാരിന് കഴിയില്ല.